Oh, what's up guys? Sri here. വെൽക്കം ബാക്ക് ടു ദ റിവ്യൂ അല്ലെങ്കിൽ വെൽക്കം ബാക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ജെനുവിൻ ഓണസ്റ്റ് ആൻഡ് സത്യസന്ധമായുള്ള ടെക് റിവ്യൂസ് ആയിരിക്കും ചാനൽ ചെയ്യുന്ന കാശ് മേടിച്ചുള്ള പരിപാടിയൊന്നും ഇവിടെ ചെയ്യാറില്ല. ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാം. ആൻഡ് ഞങ്ങൾ ടെക് റിവ്യൂസ് ഒക്കെ ഏറെക്കുറെ അറിയാം. നമ്മുടെ ചാനലിൽ ഒരു വലിയ ശതമാനം ഫാൻ ഫോളോയിങ് ഉള്ളത് IEMS ഇയർഫോൺസ്, സോ കോൾഡ് ഓഡിയോ ഫൈൽസ് എന്ന് പറയപ്പെടുന്നവർക്ക്. ആൻഡ് എനിക്ക് അതിനെക്കുറിച്ച് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കഥ പറയാം. സീരിയസ്, എനിക്ക് ഇയർഫോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെ പോയാലും എൻ്റെ ഇയർഫോണും എൻ്റെ സബ്സ്ക്രിപ്ഷനും എൻ്റെ സേവ്ഡ് പ്ലേലിസ്റ്റും പോയാൽ ഞാൻ മറ്റേ ഡിപ്രഷനിലേക്കൊന്നുമല്ല, ഇതിന് താഴെ പോകുന്നൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളവർ എനിക്ക് ഭയങ്കര വർഷങ്ങളാണ്. എൻ്റെ കളക്ഷൻ ഇവിടെ 10-20 IEM ഇരിപ്പുണ്ട്, വേറെ കുറേ IEM ഉണ്ട്. ഞാൻ ട്രൈ ഔട്ട് ചെയ്ത IEMs കുറവാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. പക്ഷേ നോർമലി ആൾക്കാരെല്ലാം ട്രൈ ഔട്ട് ചെയ്ത IEMs എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് എനിക്കൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം അടിച്ചിട്ടുണ്ട്. KBEറിൻ്റെ സീഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് ഇത്രയും ബാലൻസ്ഡ് ആമച്വർ ഡ്രൈവേഴ്സും ഇത്രയും ഡൈനാമിക് ആയിട്ടുള്ള ബേസും ഒക്കെ തരുന്നതും അതിൻ്റെ ആ സബ് ബേസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഫോളോ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഫോളോ ആയിപ്പോയി. അത് ആ ഒരു ഇയർഫോൺ കൊണ്ടാണ് ഞാൻ എവറസ്റ്റും ബേസ് ക്യാമ്പും നേപ്പാളും ഗോയ്ക്കോ വാലിയും ഒക്കെ ഞാൻ പോകുന്നത്. കാരണം ട്രക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വേറെ ഒരു ചോയ്സും ഇല്ല, എനിക്ക് അത് തന്നെ മതി എന്നായിരുന്നു. വേറെ ഒന്നും ഞാൻ എടുത്തു പോലുമില്ല. പാക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ഞാൻ എടുത്ത് ബാഗ് ഇടും, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട്. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ അടുത്തും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയത്തില്ല അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയതാണോ, എൻ്റെ വീട്ടിൽ ഒരു പെയിൻറ്റ് പണി നടന്നു, അപ്പോൾ എൻ്റെ ഒരു ബാഗ് ഉൾപ്പെടെ മിസ്സിങ് ആയി. അടിച്ചുകൊണ്ട് പോയതാണോ, അത് വേസ്റ്റുകാർക്ക് കൊടുത്തു വിട്ടാണോ, ഞാനങ്ങ് ബാഡായി. സത്യം പറയാനല്ല, ബാഡായി. വേറെ IEMs ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, സത്യം വേറെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് നമ്മളെന്താ പറയുക, അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീലും വികാരവും ഒന്നും വേറെ ഒന്നിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഞാൻ എന്താ പറയണേ, എൻ്റെ അത് 10-22,000 രൂപ അടുപ്പിച്ച് വില വരുന്നൊരു സാധനമാണ്. ഞാൻ അത്രയ്ക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഫൈൻ ട്യൂൺഡ് ആയിട്ട് പഠിച്ച് വാങ്ങിച്ചൊരു സാധനം. എനിക്ക് ഭയങ്കര ഡിപ്രഷനിലായപ്പം അവസാനത്തെ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന് 2,000 രൂപ എടുത്ത് ഇവനെ മേടിച്ചു. ദിസ് ഈസ് ദി KBER വോയേജസ് അല്ലെങ്കിൽ SR8 എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ സീഫസിൻ്റെ ഒരു കുഞ്ഞനിയനായിട്ട് വരും. അത്രയും ഡൈനാമിക് ഡ്രൈവേഴ്സും ആമച്വർ ഡ്രൈവേഴ്സും ബാലൻസ്ഡ് ആമച്വർ ഡ്രൈവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഡിപ്രഷനൊക്കെ പിന്നെ മാറ്റാൻ പറ്റി. ഗൈസ്, 8,000 രൂപ അല്ല 10,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് സബ് ബേസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നിങ്ങൾക്ക് എന്താ പറയണ ഹൈസും മിഡ്സും ലോസും ഒക്കെ ഒരേപോലെ ട്യൂൺ ചെയ്ത് നല്ല ബാലൻസ്ഡ് ട്യൂണിങ്ങിൽ. നല്ല ബാലൻസ്ഡ് എന്ന് പറയുമ്പം മിക്കപ്പോഴും പറ്റിപ്പോകുന്ന ചിലവർക്ക് ഇപ്പം താങ്സു വാർണറിനെയൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബാലൻസ്ഡ് ആണ്. ഭയങ്കര ബാലൻസ്ഡ് എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കും എല്ലാം ഒരേപോലെ കിട്ടുന്നോ. നമ്മുടെ ചെവിക്കൊക്കെ അത്യാവശ്യം ബാലൻസ്ഡ് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. അത്യാവശ്യം ബാസും ബേസും ഒന്നും ഇല്ലാത്ത പോലെ. ഞാൻ ബാസ് എന്ന് പറഞ്ഞൊരു മലയാളിയെ കൊച്ചിലോട്ട് ശീലിച്ചിട്ടുണ്ട്. ബേസ് എന്നാണ് പറയേണ്ടത്. ബേസും ട്രബിളും മിഡും ഒക്കെ ചിലപ്പോൾ ലാക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ ഗ്രാഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബേസ്, സബ് ബേസ്, മിഡ്സ്, ട്രബിള്, ഹൈസിനൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ ബാലൻസ് എന്ന് പറയുമ്പോൾ ചില സ്ഥലത്തൊക്കെ ആ ബേസ് മിസ് ഔട്ട് ആവും. അപ്പം ഞാനത് റിവ്യൂവിൽ പറയുമ്പം അത് എടുത്ത് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചിലവർ ആദ്യമായിട്ടൊക്കെ IEMs ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ ബാലൻസ്ഡ് ആണ്, പക്ഷേ ബോറിംഗ് ആണ്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ചെറിയ സബ് ബേസും ആ ബേസിൻ്റെ എംഫസിസ് ഒക്കെ വളരെ നന്നായിട്ട് വേണം. എന്നാൽ ഒരു രീതിയിലും ഇൻസ്ട്രുമെൻ്റൽസ് വരുന്ന ട്രബിൾസ് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. ഗൈസ്, ഇവനാണ് ഒട്ടും ബോറിംഗ് അല്ലാത്ത, പക്ഷെ എന്നാൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ റിഫൈൻഡ്, എന്താ പറയണം, നല്ല ഇൻസ്ട്രുമെന്റ് സെപ്പറേഷനും നല്ല 3D മാപ്പിങ്ങും നല്ല ഡെപ്തും ഉള്ള ഒരു കിഡിലം പ്രോഡക്റ്റ് ആ KBER വോയേജസ്. വോയേജസിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയണ്ട. ഞാനിത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്. എനിക്ക് പിന്നെ കീപ് ഹൈഫൈ എന്ന് നമ്മൾ പൊതുവായിട്ട് മേടിക്കുന്നുണ്ട്, അവരൊരു ഡിസ്കൗണ്ട് തന്നു എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ്. കൺസ്ട്രക്ഷൻ ആണെങ്കിലും അടിപൊളി കൺസ്ട്രക്ഷൻ. അയച്ച റെസിൻ ഫുള്ളി കൺസ്ട്രക്ഷൻ. 2 പിന്നാണ്, നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വയേഴ്സ് ആർ മറ്റേ ടാങ്കിൾ ഫ്രീ വയറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 5-6 സെക്കൻഡ്, ഇപ്പോൾ തന്നെ 5-6 സെക്കൻഡ് കൊണ്ട് ടാങ്കുകളൊക്കെ മാറ്റി എല്ലാം അടിപൊളിയായി. പിന്നെ പ്രോപ്പർ IEM സ്റ്റൈലിനകത്ത് ഒരു ചിൻ സ്ട്രാപ്പ് ഉണ്ട്. ഇവിടെ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചിൻ സ്ട്രാപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് KBERൻ്റെ എല്ലാ IEMസിൻ്റെ ആണെങ്കിൽ വെരി ലൈറ്റ്, അടിപൊളിയായിട്ട് ഫിറ്റ് ആവും. ഇവിടെ ഇങ്ങനെ ഇരുന്നതാ. പിന്നെ നമുക്ക് ഹെവി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചിൻ സ്ട്രാപ്പിൽ ഒന്ന് ടൈറ്റ് ചെയ്യുക, അത് വേണമെങ്കിൽ ഇരുന്നോളും. എന്നാൽ ഞാൻ പൊതുവെ ബാക്കിൽ കൂടെ ഇടുന്ന IEMs. ഇതെനിക്ക് ഓടാൻ പോകുമ്പോഴും കാര്യങ്ങളും ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി ഈ IEM. ഈവൻ ദോ ഒരു സ്വെറ്റി കണ്ടീഷനിലൊക്കെ ആണെങ്കിലും
ദിസ് ഈസ് അടിപൊളി എന്നാ പറയാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇതിനെക്കുറിച്ച് എടുത്ത് പറയാനുള്ള, ഇവൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഇസ് സോ ഗുഡ്. സോ ഗുഡ് എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഇതും. പിന്നെ എനിക്ക് തങ്സ് പറഞ്ഞ റെക്സി 2-ൻ്റെ സെപ്പറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കണക്കൊക്കെ പറ്റുന്ന പോളി സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് ഗൈസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ഗിഫ്റ്റ്. വെരി ഗുഡ് ഗിഫ്റ്റ് എന്ന് പറയാൻ കാരണം ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ കിഡിലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് ഇയർ ഫിൻസും, കാരണം ഇയർ ഫിൻസ് അല്ല, ഇയർ സാധനമല്ല, ഇയർ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടും. ബേസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള, ട്രബിളിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള, മിഡ്സിനും ലോസിനും ഒക്കെ വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മുടെ IEMസിനെ കുറിച്ച് സ്പെക്ക് പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ ഇതിൻ്റെ കൂടെ ഡാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് 20 ഓമേ ഉള്ളൂ. സോ ജസ്റ്റ് ഒരു 3.5mm ജാക്ക് ടു ടൈപ്പ് സി കണക്ടർ മേടിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. ഡാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നതാണ് സത്യം ഗൈസ്. ഡാക്ക് ആവശ്യമില്ലെങ്കിൽ ഡാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഡാക്ക് അനാവശ്യമായി 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്കൊക്കെ അല്ലെ 1000 രൂപയ്ക്ക് ചീപ്പായിട്ടുള്ള ഡാക്ക് മേടിക്കും. അതിൻ്റെ ഒരു എന്താ പെർഫോമൻസ് അപ്സ്കെയിലിംഗ് പോലെ അതിൻ്റെ IEMസിൻ്റെ പെർഫോമൻസ് എഫക്റ്റ് ചെയ്യും. ആ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡാക്ക് ഉപയോഗിക്കുന്നത്. ഡാക്ക് ഉപയോഗിക്കാതെ പ്രോ ടിപ്പ്, ഡാക്ക് ആവശ്യമില്ലാത്ത IEMസിന് അനാവശ്യമായി ഡാക്ക് ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഓഡിയോ സൊഫിസ്റ്റിക്കേറ്റഡ് IEM ട്യൂണിങ്ങിൽ നിന്ന് ഇച്ചിരി മാറിപ്പോവാൻ വളരെ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. സോ ഗൈസ്, ഡാക്ക് ഇല്ല, ഇംപിഡൻസ് അല്ല, റെസിസ്റ്റൻസ് 20 ഓംസേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ സെൻസിറ്റിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി നല്ല റേഞ്ച് ഓഫ് സെൻസിറ്റിവിറ്റി കവർ ചെയ്യുന്നുണ്ട്. 107 dB ± 1 dB. വേറെ സ്പെക് ബേസ് എനിക്ക് 1DD + 3BA ആണ്. ഒരു ഡൈനാമിക് ഡ്രൈവറും 3 ബാലൻസ്ഡ് ആംപ്ലിറ്റ്യൂഡ് ഡ്രൈവറുണ്ട്. ആ ഡൈനാമിക് ഡ്രൈവർ ടെക്നിക്കലി പോവുകയാണെങ്കിൽ ഇപ്പോൾ പറയാം, ഡൈനാമിക് ഡ്രൈവറാണ് ഇച്ചിരിയുടെ വലിയ എയർ ഗഷ് ഔട്ടൊക്കെ ചെയ്യുന്ന സാധനം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡൈനാമിക് ഡ്രൈവേഴ്സ് എന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഡൈനാമിക് ഡ്രൈവർ അത്യാവശ്യം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ നല്ല ബേസും നല്ല സബ് ബേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3 ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവേഴ്സ് ഉണ്ട്. അതാണ് ഓവറോൾ സെൻസിറ്റിവിറ്റി ഓഫ് ദ സോങ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, അത് സ്ട്രക്ചർ ചെയ്ത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വോക്കൽസ്, ഫീമെയിൽ വോക്കൽസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, സെപ്പറേഷൻ, അങ്ങനത്തെ ബാക്കി ബേസ് ഒഴിച്ച് ബാക്കി എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്നും പറയത്തില്ല, പക്ഷെ അതിനൊരു ഇൻഫ്ലുവൻസ് നല്ലോണം ചെയ്യുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവർ. അതിനെ BA എന്ന് പറയുന്നത്. 1DD + 3BA ഭയങ്കര ഡെഡി കോമ്പോ ആണെന്ന് പറഞ്ഞാൽ അല്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള 2DD + 6BA ആയിരുന്നു. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ എനിക്ക് പൈസ കിട്ടാൻ ഞാൻ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ടും. പക്ഷേ അണ്ടർ 10K എനിക്ക് ആ സീഫസ്റ്റ് എഡിറ്റ് എക്സ്പീരിയൻസിൻ്റെ ഒരു 80% ഇമെയിലിൽ നിന്ന് കിട്ടി. അതെനിക്കിവിടെ പറയില്ല. KBR Voyages SR8 എന്നൊക്കെ പറയും. ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ്. കണ്ടാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും തോന്നുന്നില്ല. വലിയ മെറ്റൽ കൺസ്ട്രക്ഷനോ ഗ്ലാസ് കൺസ്ട്രക്ഷൻ ഒന്നുമില്ല. റെസിനാണ്. റെസിൻ വാസ് ഓൾവേസ് കംഫർട്ടബിൾ, ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. പിന്നെ വെരി കംഫർട്ടബിൾ, എർഗണോമിക്കലി ഇവിടെ ഇരുന്ന് നമ്മൾ അറിയത്തില്ല എത്ര അവേഴ്സ് വേണമെങ്കിലും ഇരിക്കും. അത്യാവശ്യം നല്ല ആക്ട് എന്നല്ല, നോയിസ് ക്യാൻസലേഷൻ, നല്ല സീലൊക്കെ തരുന്ന ടിപ്സും ഇയർഫോൺസും ഒക്കെ തന്നെ അതിൻ്റെ അകത്തുള്ളത്. കേബിൾ ക്വാളിറ്റി ഇസ് റിയലി നൈസ്. സിൽവർ ഓക്സൈഡ് കാര്യങ്ങളൊക്കെ കോട്ടിങ് കൊണ്ടതാണല്ലോ ചോദിച്ചാൽ അത് KBRൻ്റെ ഈ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ IEMസിനകത്തും ഉണ്ട്. സോ ഗൈസ്, എനിക്കിപ്പോഴും അന്നും പറയാനുള്ള, എൻ്റെ ഒരു 10 രൂപയ്ക്ക് മേളിൽ ഞാൻ പൈസ ചിലവാക്കുമെങ്കിൽ അത് ഒറ്റ ബ്രാൻഡിനെ ഉള്ളത് KBR. കാരണം എൻ്റെ പേഴ്സണലൈസ്ഡ് ടേസ്റ്റ്, എനിക്ക് അത്യാവശ്യം ഭയങ്കര ബേസ് വേണം, ബോറിംഗ് ആയിരിക്കില്ലേ, പക്ഷേ ബാക്കിയുള്ള ഒരു കാര്യത്തിലും സാക്രിഫൈസ് ചെയ്ത് ആ ഡൈനാമിക് ഡ്രൈവേഴ്സും ബാലൻസ്ഡ് ആംപ്ലിറ്റ്യൂഡ് ഡ്രൈവേഴ്സും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു സിംഫണി ഓഫ് മ്യൂസിക് തരുന്നതാണ് എൻ്റെത്. ഇച്ചിരി ടെക്നിക്കലായി പോയെങ്കിൽ ക്ഷമിക്കുക. സോ ഗൈസ്, ഇറ്റ്സ് ഫ്രീ ഹിയർ, KBR Voyage. താഴെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ഇറ്റ് ഔട്ട്. ഐ എം ഇൻ ലവ് വിത്ത് ദിസ്. ഇതായിരിക്കും എൻ്റെ അടുത്ത ഉത്തരാഖണ്ഡ് ട്രിപ്പിനകത്ത് എൻ്റെ ഇര അല്ലെങ്കിൽ എൻ്റെ സഹയാടി, സഹപാടി എന്നൊക്കെ പറയാം. സോ ഗൈസ്, ഫ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ, ലവ് യു.